അള്ളാഹുവിന് അബ്ദിന് പിശാചിന് അബ്ദിൻ്റെ മേൽ ഒരു അധികാരവും ഉണ്ടാവും. അപ്പോൾ നമ്മളെ മേൽ പിശാചിന് അധികാരമുണ്ട്. നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്. വളരെ ചിന്തിക്കണം. ഈ പറഞ്ഞു നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പ് നോൽക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ മേൽ പിശാചിന് അധികാരമുണ്ട്. എന്നാൽ ഇന്ന അബ്ദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ ഇഷ്ടദാസന്മാരെ മേൽ നിനക്കൊരധികാരവും ഉണ്ടാവില്ല. വകഫ ബിറബ്ബിക വക്കീല, അവർക്ക് ഞാൻ മതിയാവും. അപ്പോൾ ചോദ്യം കൃത്യമാക്കി കൊണ്ടുപോകണം. ഈ ചോദ്യം ഓരോ സെക്കൻഡിലും നമ്മളോട് ചോദിക്കണം. എനിക്കെന്താണ് കമ്മി? നമ്മൾ വിചാരിക്കുന്ന പല നന്മകളും നടക്കുന്നില്ല. എന്തുകൊണ്ട്? പിശാചിന്റെ സ്വാധീനം. നമ്മൾ ഉദ്ദേശിക്കുന്ന പലതും നടക്കണില്ല. അള്ളാന്റെ അടിമ ഉദ്ദേശം നടന്നിരിക്കും, നടക്കണില്ല. وكنت سمعه الذي أسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها. അവൻ കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും പിടിക്കുന്ന കൈയും നടക്കുന്ന കാര്യം ഞാനായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ നമുക്കതൊന്നും നടക്കണില്ല. നമസ്കാരം ഉണ്ടോ? ഉണ്ട്. നോമ്പുണ്ടോ? ഉണ്ട്. ദിക്റുണ്ടോ? പള്ളടച്ചുണ്ട്. എന്താണ് ഈ ദിക്ർ എന്ന കാര്യത്തിൽ ഒരു പഠനം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക. പിന്നീട് പറയും എന്താണ് ദിക്ർ, ഖുർആനിൽ പറഞ്ഞ ദിക്ർ എന്ത്, അതൊരു പഠനം നടത്തേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? ദിക്റൊക്കെ ചെല്ലുന്ന നമ്മുടെ മേൽ പിശാചിന് വലിയ സ്വാധീനമുണ്ട്. ഒരു വലിയ പഠനം ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ. വീണ്ടും നമ്മൾ തിരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമ്മൾ വളരെ ചിന്തിക്കണം, മനസ്സറിഞ്ഞ് ചിന്തിക്കണം. ഇന്ന ഇബാദി ഏതാ സൂറത്ത്? ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഏതാ സൂറത്ത്? സൂറ ആയത്ത്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ യഥാർത്ഥ ദാസന്മാർ. ഇഷ്ടം എന്നുള്ളത് നമ്മളൊരു വാക്ക് കൂട്ടിയതാണ്. ഇഷ്ടദാസൻ അതൊരു വാക്കോട് കൂട്ടിയതാണ്. ഇഷ്ടം എന്നൊരു വാക്കൊന്നും അവിടെ ഇല്ല, നമ്മൾ കൂട്ടിയതാണ്. ഇന്ന ഇബാദി, എൻ്റെ ദാസന്മാർ. ലൈസ ലക അലൈഹിം, എടാ പിശാചേ, അവരുടെ മേൽ നിനക്ക് ഒരധികാരവും ഒരു കാലത്തും ഉണ്ടാവില്ല. വഖഫാ ബിറബ്ബിക വക്കീല, അവർക്ക് ഞാൻ മാത്രം മതിയോ. അപ്പം ഒരാൾ കണ്ണീർ എറിഞ്ഞാലും നമ്മളെ ബാധിക്കൂല, ഒരാൾ സെഹർ ചെയ്താൽ നമ്മളെ ബാധിക്കൂല, ഒരാൾ പിശാചിനെ അയച്ചാൽ നമ്മളെ ബാധിക്കൂല. എന്നാൽ സെഹർ കയറാലോ, 1 മിനിറ്റ് 2 മിനിറ്റ്, 1 ദിവസം 2 ദിവസം 3 ദിവസം ഒന്ന് ചുറ്റിക്കാം. എന്തിന്? പിശാചിന്റെ പണിയും നടക്കുന്നുണ്ട് കേട്ടോ എന്ന് അറിയിക്കാൻ വേണ്ടി. അതിനപ്പുറത്തേക്ക് ഉണ്ടാവില്ല. 13 കൊല്ലമായി സെഹർ ബാധിച്ചിട്ട് വിഷമത്തിലാണെന്ന് പറയുന്ന ആൾ ഈ മജ്‌ലിസിലുണ്ട്. 8 കൊല്ലമായി സെഹർ ബാധിച്ചിട്ട് പ്രയാസത്തിലാണെന്ന് പറയുന്നവരുണ്ട്. 20 കൊല്ലമായി സെഹർ ബാധിച്ചിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവർ കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന ഇബാദി ഇസ്രാ 45 واستفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا. ഇന്ന ഇബാദി, എൻ്റെ ദാസന്മാർ. ഇഷ്ടം എന്നൊക്കെ നമ്മൾ അഡീഷണൽ കൂട്ടിക്കൊടുത്തു. അപ്പോൾ അവരാണ് എൻ്റെ ദാസന്മാർ, അല്ലാത്തവർ എൻ്റെ ദാസന്മാർ അല്ല. ഇഷ്ടം എന്ന് പറയുന്നത് നമ്മളൊരു സൗകര്യത്തിലാണ്. ഇഷ്ടദാസനും ദാസനും. അപ്പൊ നമ്മളും ദാസൻ തന്നെ, മറ്റോ ഇഷ്ടദാസനും അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹ് പറഞ്ഞത് ഇഷ്ടദാസനൊന്നുമല്ല, എൻ്റെ ദാസന്മാർ. ലൈസ ലക അലൈഹിം സുൽത്താൻ. എടാ പിശാച്, ഇത് അഭിമുഖമായി പറഞ്ഞതാ പിശാചിനോട്, കത്തയച്ചല്ല. ഇന്ന ഇബാദി, എൻ്റെ ദാസന്മാർ
ലൈസ ലക അലൈഹിം, നിനക്ക് അവരുടെ മേലില്ല സുൽത്താൻ, ഒരധികാരവും. കഫാ ബിറബ്ബിക വകീല, അവർക്ക് ഞാൻ മതിയോ? അപ്പൊ എന്താ പ്രശ്നം? നമ്മളെ മേൽ പിശാചിനൊക്കെ അധികാരമുണ്ട്. എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ ദാസൻ ആയിട്ടില്ല. അപ്പൊ ഇനി അള്ളാഹ് മരിക്കണം, അള്ളാഹ് ദാസനാവണ്ടേ? അള്ളാഹ് ദാസനാവണ്ടേ? ദാസനാവുന്നാലോ കഴിഞ്ഞില്ലേ? അള്ളാഹിന്റെ കോടതിയിൽ എന്നെ അറിയില്ല എന്നറിയില്ലേ? അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നല്ല, അറിയും അറിയില്ല. കുരുത്തക്കേട് കാണിച്ചിട്ട് കയറി വരുന്ന ഒരു മകനെയും കൊണ്ട് പോലീസ് വന്നാൽ വാപ്പ പറയും, എന്ത് ഓനെ ഞാൻ അറിയില്ലല്ലോ. ഞാത്തക്ക് ചോദിച്ചു നോക്കി, ഓൾ അവിടെ ഉണ്ട്, ഓളത്തെ പ്രസവിച്ചിനോ, ഇവനെ ഞാൻ അറിയില്ല. അങ്ങനെ തറവാടിത്തുള്ള തന്തമാര് പറയും. ഏതോ LSDയോ MSDയോ ഒരുത്തനെ പിടികൂടി. എന്നിട്ട് പോലീസ് ഇമ്മറത്തേക്ക് വന്നാൽ തന്തയും തറവാടിത്തുള്ള വലിയ തന്ത അവിടെ എന്ത് പറയുന്നറിയോ? എന്തേ പോന്നു? അല്ല ഞങ്ങളെ മകനാണ്. ആരെയോ എന്റെ മകനാണ്, മോനെ അറിയില്ലല്ലോ. ഇനി അവളെ അപ്പുറത്തെ അവളുണ്ട്, ഓളോട് ചോദിക്കും, നീ ഓളങ്ങനെ പ്രസവിച്ചിനോ? ഞാൻ അവനറിയില്ല. അറിയില്ലേ പാപ്പ? അറിയും അറിയില്ല. ഇതേ വാക്കാണത്. എന്ത്? അള്ളാന്റെ കോടതി എത്തുമ്പോ നീ അള്ളാന്റെ ദാസനാണെങ്കിൽ അറിയും, അറിയില്ലെങ്കിലോ? ഇല്ലെങ്കിൽ അറിയില്ല. അറിയില്ല അറിയാതിരിക്കലല്ല. അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമായി പരിചയമില്ല. ഇഷ്ടപ്പെട്ടവരല്ലേ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുള്ളൂ. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്കും. ഒരാള് അള്ളാഹിനെ കാണാൻ ആഗ്രഹിച്ചാൽ അള്ളാഹ്ക്ക് അവനെ കാണാൻ ആഗ്രഹമാണ്. ഒരാൾക്ക് അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമാണ് എങ്കിൽ അള്ളാഹ്ക്ക് അവനെ കാണാൻ ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവൻ കൊണ്ടുപോയിക്കൊള്ളുന്ന അറിയും. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് മരിക്കണ മുമ്പ് എന്താകണം? പറ സ്പീഡ് പറ. അള്ളാഹുവിന് ദാസനാകണം. നീ പരാജയപ്പെടും. ഒന്നാമത്തെ സൂറത്തിലും ആദ്യം ഇറങ്ങിയ സൂറത്തിലും ദാസനെ പറ്റിയ പറഞ്ഞു. ആദ്യം ഇറങ്ങിയ സൂറത്ത് ഏതാ? അലക്ക്. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى. അബ്ദിനെ അവിടെ പറഞ്ഞ അബ്ദ് നിസ്കരിക്കുന്ന അബ്ദിനെ തൊടാൻ കഴിയില്ല. എപ്പോഴായി പറഞ്ഞത്? ഇനി മുഹമ്മദ് നെറ്റി കഅബാലയത്തിന്റെ അടുത്ത് മണ്ണിൽ വെക്കുന്നത് ഞാൻ കണ്ടാൽ മുഹമ്മദിന്റെ പിരടിയിൽ ഞാൻ ചവിട്ടും എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിടുവായത്തം മുഴക്കി അബൂജഹൽ. അപ്പോൾ ഇറങ്ങിയ ആയത്താണ് നിരോധിക്കാൻ നടക്കുകയാ ഒരുത്തൻ. അബ്ദൻ ഇദാ സല്ല, നിസ്കരിക്കുന്ന എന്റെ ദാസന്. അത് ദാസന. നമ്മൾ ദാസനെ പോലെ നിസ്കരിക്കുക, അല്ല നമ്മൾ ആരല്ല, ദാസനല്ല. ദാസനാണെങ്കിൽ ഉത്തരവാദിത്തം അള്ളാന്റെ കയ്യിലാണ്. അതിന്റെ അവസാനം എന്താ? വിടുവായിത്തം നിർത്തിക്കോട്ടെ. ഈ വിടുവായത്തം അവൻ നിർത്തിയിട്ടില്ലെങ്കിൽ അവന്റെ കുടുംബ വന്ന് മലക്കുകൾ പിടികൂടും. കളവ് പറയുന്ന പിഴച്ചു പോയ ഒരു മൂർത്താവുണ്ടല്ലോ അവന്, ആ മൂർത്താവിന്മേൽ മലക്കുകൾ പിടിക്കും. കല്ല, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ലാ തുതിഉഹു, ഇങ്ങോട്ടൊന്നും നിങ്ങൾ നോക്കേണ്ട. നിങ്ങളെ എതിർക്കുന്നവനെ, ദാസനെ എതിർക്കുന്നവനെ കൈകാര്യം ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വം. വസ്ജുദ് വഖ്തരിബ്, നിങ്ങൾ സുജൂദിൽ കിടന്ന് എന്നിലേക്ക് ഒന്നുകൂടി അടുക്കാൻ ശ്രമിക്കുക. പച്ചമലയാളം. കല്ലാലെ ഇല്ലം യന്തഹി ലനസ്റഅൻ ബിന്നാസിയത്തിൻ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ ഫൽയദ്ഉ നാദിയഹു. അവൻ അവന്റെ ക്ലബിലെ ആള്. നാദി എന്ന അറബി വാക്കിനർത്ഥം ക്ലബ് എന്നാണ്.
അവൻ അവൻ്റെ ക്ലബിലെ ആളുകളെ വിളിച്ചോട്ടെ. ഞാൻ ക്ലബിലെ ആളുകളെയും കൂട്ടി വന്ന് മുഹമ്മദിനെ ചവിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അബൂ ജഹൽ പറഞ്ഞത്. അവൻ്റെ ക്ലബിനെ അവൻ ആളെ വിളിച്ചോട്ടെ. സനദുൽ സബാനിയ, ഞാൻ സബാനിയാക്കളെ അയക്കും. കല്ല, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട. ലാ തുതിഉഹു, അവൻ്റെ വാക്ക് ശ്രദ്ധിക്കുകയും വേണ്ട. വസ്ജുദ് വഖ്തരിബ്, നിങ്ങൾ സുജൂദിൽ കിടന്ന് എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെ ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണ്. നിങ്ങൾ നോക്കേണ്ടത് ഞാനാണ്. കാരണം നിങ്ങൾ എൻ്റെ അബ്ബത്താണ്. അബ്ബത്തിന്റെ ഉത്തരവാദിത്വം ആരുടെ കയ്യിലാണ്? ചിന്തിക്കണം, അതെ ചിന്തിക്കണം. അബ്ബത്തിന് ഒരു പ്രശ്നമില്ല. മഅറൂഫുൽ ഖർഖിയെ ഹാറൂൻ റഷീദിന്റെ പട്ടാളം ജയിലിലടച്ചു. പ്രഗൽഭ സൂഫിയായ മഅറൂഫുൽ ഖർഖിയെ ഹാറൂൻ റഷീദിന്റെ പട്ടാളം ജയിലിലടച്ചു. പിറ്റേന്ന് ബഗ്ദാദിലെ ഏറ്റവും മനോഹരമായ ഒരു ഉദ്യാനത്തിൽ കിടന്നുറങ്ങുന്നതായി പോലീസുകാർ മഅറൂഫുൽ ഖർഖിയെ കണ്ടു. അപ്പോൾ അവർ വന്ന് മഅറൂഫുൽ ഖർഖിയോട് ചോദിച്ചു, മനില്ലദി അഖ്റജക്, ആരാ നിന്നെ പുറത്താക്കിയത്? അവർ രാജാവിന്റെ അടുത്ത് കൊണ്ടുപോയി. രാജാവ് ചോദിച്ചു, മനില്ലദി അഖ്റജക്, താങ്കൾ ജയിലിലിടാൻ വേണ്ടി കൽപ്പിച്ചിരുന്നല്ലോ, ജയിലിലിട്ടിരുന്നല്ലോ, പിന്നെ ആരാ താങ്കളെ പുറത്താക്കിയത്? അപ്പോൾ പറഞ്ഞു, അല്ലദി അദ്ഖലനി ഇലൽ ബുസ്താൻ, എന്നെ തോട്ടത്തിൽ കയറ്റിത്തവന്നവനാണ് എന്നെ ജയിലിൽ നിറക്കിയത്. നിങ്ങൾ ആരാ ജയിലിൽ നിറക്കിയെന്ന് വെച്ചു. ഇന്നലെ നിങ്ങൾ ജയിലിലിട്ടാലേ, നിങ്ങളെ പൂട്ടൊന്നും പൊട്ടിച്ചിട്ടുമില്ല, നിങ്ങളെ ജയിലിൽ നിറക്കിയിട്ടുണ്ട്. ആരെ ജയിലിൽ നിറക്കിയത്? അപ്പോൾ പറഞ്ഞു, അല്ലദി അദ്ഖലനി ഇലൽ ബുസ്താൻ, ഇരുന്നോളി പറഞ്ഞു, അല്ലദി അദ്ഖലനി ഇലൽ ബുസ്താൻ, എന്നെ തോട്ടത്തിലേക്ക് കയറ്റി തന്നവൻ തന്നെയാണ് എന്നെ ജയിലിൽ നിറക്കിയത്. അപ്പോൾ രാജാവിന് വിനേഷം പിടിച്ചു. ആരാ താങ്കൾ തോട്ടത്തിൽ കയറ്റിയത്? അല്ലദീ അഖ്റജനി മിനസ് സിജ്ൻ, എന്നെ ജയിലിൽ നിറക്കിയവൻ തന്നെ. മനസ്സിലായില്ല? ആരാണോ എന്നെ ജയിലിൽ നിറക്കിയത് അയാളാണ് തോട്ടത്തിൽ കയറ്റിയത്. ആരാണോ തോട്ടത്തിൽ കയറ്റിയത് അയാൾ എന്നെ ജയിലിൽ നിറക്കിയത്. പിന്നെന്താ എന്താ? അബ്ബത്തിന്റെ മേൽ ഒരാൾക്ക് അധികാരം ഉണ്ടാവില്ല. നിങ്ങൾ മുഅ്മിനീങ്ങൾ, നിങ്ങളല്ലേ മേലെ. ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്ന പണിയാണ് ഇപ്പോൾ പൊതുവെ മുസ്ലിങ്ങൾക്ക്, മുസ്ലിം പ്രഭാഷകർക്ക്, മുസ്ലിം കോളമിസ്റ്റുകൾക്ക്, മുസ്ലിം എന്താ പറയുക യൂട്യൂബർമാർക്ക്, ഇവർക്കൊക്കെ പണി അമിതമായ ആശങ്കകൾ പ്രചരിപ്പിക്കണം. അത് വലിയ തെറ്റാണ്. എന്തുകൊണ്ട്? സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യും. ഒരിക്കലും സാധാരണക്കാരെ ആശങ്കപ്പെടുത്താൻ പാടില്ല. ഒരു വിമാനത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും അവസാന സെക്കൻഡിലല്ലാതെ കോക്പിറ്റിൽ നിന്ന് വിവരം യാത്രക്കാർക്ക് പൈലറ്റ് കൊടുക്കരുത്. പൈലറ്റ് കൊടുക്കുന്നതും അവർ വീഴുന്നതും ഒരു സെക്കൻഡിലായിരിക്കും. കാരണം ഒന്നും അവർക്ക് ചെയ്യാനില്ല. അത്രയും സമയം അവർ ആശങ്കയോടെ നിലനിർത്തേണ്ടത് പൈലറ്റിൻ്റെ ബാധ്യതയാണ്. ഇതാ നേതാവിൻ്റെ ബാധ്യത. നേതാവ് ഒരു സമൂഹത്തിൻ്റെ പൈലറ്റാണ്. നേതാവോ അല്ലെങ്കിൽ ഒരു പ്രഭാഷകർ ഒരു സമൂഹത്തിൻ്റെ ഫേസാണ്. അവർ ഒരിക്കലും ജനങ്ങളെ ആശങ്കകൾ അറിയിക്കാൻ പാടില്ല. വിഷയത്തിലേക്ക് തിരിച്ചുവോ, നീ പേടിക്കണ്ട, നിനക്ക് ആരുണ്ടെങ്കിൽ പിന്നൊക്കെ വെറും വർത്തമാനങ്ങളാ. നീ ആയാൽ ഒരാൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കോടാനുകോടി മനുഷ്യർ അള്ളാഹുവിനെതിരായ കാലത്താണ് ഈ ഭൂഗോളം മുഴുവൻ കോടാനുകോടി മനുഷ്യർ അള്ളാഹുവിനെതിരായപ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി വന്നത്, മുഹമ്മദ്. ആ മനുഷ്യന് പച്ചവെള്ളം മക്കാങ്ങാടിന്ന് കൊടുക്കരുത് എന്ന നിർബന്ധം ഉണ്ടായിരുന്നു മക്കൾക്ക്. അങ്ങനെയും ഒരു കാലം കഴിഞ്ഞിട്ട് മുന്നോട്ടിരിക്കണേ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ഈ മനുഷ്യന് പച്ചവെള്ളം കൊടുക്കരുത് എന്ന് കരാറെഴുതി കാബാലയത്തിൽ കെട്ടിത്തൂക്കി. ഈ മനുഷ്യനും ഈ മനുഷ്യന്റെ കൂടെ നിൽക്കുന്നവർക്കും പച്ചവെള്ളം മക്കാങ്ങാടിയിൽ കൊടുക്കരുത്. അവർ പണം കൊണ്ടുവന്നാൽ അവർക്ക് ഗോതമ്പ് കൊടുക്കരുത്.
അടിസ്ഥാന ഭക്ഷണമല്ലേ ഗോതമ്പ്. മക്കൾക്കാരെ സംബന്ധിച്ചിടത്തോളം പച്ചവെള്ളം കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത്. പണം കൊണ്ടുവന്നാലും ഇരട്ടിപ്പണം തരാമെന്ന് പറഞ്ഞാലും കൊടുക്കരുത്. അതാണ് ഉപരോധ കാലഘട്ടം. ഓർമ്മയില്ലേ ആ ഉപരോധ കാലഘട്ടം? ഉപരോധ കാലഘട്ടം കഴിഞ്ഞപ്പോൾ രണ്ടാൾ പെടുന്നനെ മരിച്ചു. ഒന്ന് ഖദീജത്തുൽ കുബ്ര, അവരും പിന്നെ പുണ്യ റസൂലുള്ളാഹിന്റെ എളാപ്പ അബൂ ത്വാലിബ് എന്ന് പെടുന്ന മരിച്ചു. അത് ചിന്തിക്കണം. എന്നിട്ട് എന്ത് പറ്റിയത്? പിന്നെ അതേ മക്ക നഗരത്തിന്റെ താക്കോൽ ഈ മനുഷ്യന്റെ കയ്യിൽ വന്നു. അല്ലാഹുവിന്റെ അബദ്ധം. കാരണം തന്നെ പാടും അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് ആവാനില്ല. അത് ഒരു രക്ഷയില്ല. സിഹർ ബാധിച്ചു, കണ്ണീർ ബാധിച്ചു നമ്മൾ നടക്കരുത്. ഒന്നും നമ്മുടെ വിഷയമല്ല. മനസ്സിലായില്ലേ? സിഹർ ബാധിക്കാതിരിക്കാനുള്ള വല്ല ദിക്റും പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. ഈ അടുത്ത കാലത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത ഒരാളിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനൊരു മരുന്നുണ്ട്, അന്നെ വെട്ടിക്കൊന്നിട്ട് കുഴിച്ചിടുക, എന്നാ പിന്നെ എനിക്ക് സിഹർ ബാധിക്കൂല. അന്നെ ആരെങ്കിലും കൊന്നിട്ട് കുഴിച്ചിട്ടാ പിന്നെ സിഹർ ബാധിക്കൂല. ജലദോഷം ഇല്ലാതാകാനുള്ള പണി തല വെട്ടിയിട്ട് കുഴിച്ചിടലാണ്, പിന്നെ ജലദോഷം ഉണ്ടാവില്ല. തലയുള്ള കാലത്തോളം ജലദോഷം ഉണ്ടാവും, ഇജുള്ള കാലത്തോളം സിഹർ ഉണ്ടാവും. പക്ഷെ നിന്നെ ബാധിക്കൂല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. നിന്നെ ബാധിക്കൂല. നിനക്കല്ലോ മതിയാവും. ഈ കുഞ്ഞു ചട്ടി എഴുതാൻ വേണ്ടി പാടേണ്ടി വരില്ല. കോഴിമുട്ടം എഴുതിയിട്ട് കുഴിച്ചിടേണ്ടി വരില്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. അള്ളാന്റെ ആളുകളാന്ന് പറഞ്ഞു നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ കാര്യം കടമാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. അള്ളാന്റെ ആളാന്ന് പറയലും അള്ളാന്റെ ആളാകലും രണ്ടാണ്. അവരെ പെട്ട ആളുകളും വലിയ വലിയ ഉന്നതന്മാർ ഈ അടുത്ത കാലത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. സിഹർ ബാത്തിലാക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വളരെ ഉന്നതന്മാരായ ആളുകൾ ഈ അടുത്ത കാലത്ത് എന്നെ സമീപിച്ചു. അപ്പം അതൊക്കെ വർത്താനാണ്. മനസ്സിലായില്ലേ? നീ അള്ളാഹുവിന്റെ ആളയം. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ അവരുടെ ചില ഔസാഫുകൾ തേടി പോവുകയാണ് ഇന്നത്തെ ക്ലാസ് മുതൽ. ഒന്നാമതായി ഞാൻ സഹലിനെ തന്നെ ഉദ്ധരിക്കാം. എനിക്കിഷ്ടപ്പെട്ട മുഫസ്സിറാണ് സഹൽ റളിയല്ലാഹു അൻഹു. എന്താ സഹൽ പറയുന്നത്? മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. അഹ്സാബിൽ 4-ാമത്തെ വചനം. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. ഒരാളുടെ ഉള്ളിൽ അല്ലാഹു രണ്ട് ഹൃദയം കൊടുക്കൂല. ഒരാൾക്കൊരു ഹൃദയമേ ഉണ്ടാവും. ഇതാണ് വാക്ക്. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. അഹ്സാബിൽ 4-ാമത്തെ വാക്ക് നിർത്തുക. മാ ജഅലല്ലാഹു, അല്ലാഹു സംവിധാനിച്ചിട്ടില്ല, ലിറജുലിൻ ഒരാൾക്കും, മിൻ ഖൽബൈനി രണ്ട് ഹൃദയത്തെ, ഫി ജൗഫിഹി അത് അവന്റെ ഉള്ളിൽ. ഏതൊരാൾക്കും പറ? ഒരു ഹൃദയമുള്ളൂ, രണ്ട് ഹൃദയം ഇല്ല. ഇതാണ് ഉത്തരം. നമ്മൾ ഉത്തരം കണ്ടെത്തി. ഞാൻ ഉത്തരത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നമ്മൾ അള്ളാന്റെ അടിമയാകാൻ ചെയ്യേണ്ടത് ആദ്യം ഇത് മനസ്സിലാക്കണം. എന്താണ് പറഞ്ഞത്? ഇത് ഡോക്ടർ പറയേണ്ട വർത്താനം. അപ്പൊ അള്ള പറയുന്നത് ഒരാൾക്കൊരു ഹൃദയമുള്ളൂ, രണ്ട് ഹൃദയം ഇല്ല പറഞ്ഞ ഒരു ഫിസിക്കലി കാര്യം പറയാം. ഇതിവിടെ ആര് പറയാണ്? അള്ളാഹു പറയാം. മാ ജഅലല്ലാഹു, അള്ളാഹു സംവിധാനിച്ചിട്ടില്ല, ലിറജുലിൻ ഏതൊരാൾക്കും, മിൻ ഖൽബൈനി രണ്ട് ഹൃദയത്തെ, ഫി ജൗഫിഹി അവന്റെ ഉള്ളിൽ എന്തില്ല? രണ്ട് ഹൃദയമില്ല, ഒറ്റ ഹൃദയമുള്ളൂ. അപ്പോൾ അതിനെ നീ പരിഗണിക്കണം, അതിനെ നീ കൃത്യമാക്കണം. എങ്കിൽ നീ അള്ളാഹുവിന്റെ അബ്ദാവും. അങ്ങനെ ആയത് യാ സുബ്ഹാനല്ലാഹ്.
അല്ലാഹ് യാ അല്ലാഹ്. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا وتوكل على الله وكفى بالله وكيلا ما جعل الله لرجل من قلبين في جوفه. യാ സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ ആയത്ത് കേട്ടോളൂ. വതവക്കൽ അലല്ലാഹ്, നീ അല്ലാഹുവിനെ ബലമേൽപ്പിക്കുക. വകഫാ ബില്ലാഹി വക്കീല, നിനക്ക് ഏൽപ്പിക്കാൻ ആര് മതി? അല്ലാഹു മതി. നിന്റെ ഹൃദയത്തിൽ അല്ലാഹു മതി. പിന്നെ മാ ജഅലല്ലാഹു, അല്ലാഹു സംവിധാനിച്ചിട്ടില്ല ലിറജുലിൻ, ഏതൊരാൾക്കും മിൻ ഖൽബൈനി, രണ്ട് ഹൃദയം, ഫി ജൗഫിഹി, അവന്റെ ഉള്ളിൽ അല്ലാഹു തആല രണ്ട് ഹൃദയം ആർക്കും. തൊട്ടുമ്പോഴായതെന്താ? وتوكل على الله وتوكل على الله وكفى بالله وكيلا. 3 4 ما جعل الله لرجل من قلبين في جوفه. നീ അല്ലാഹുവിനെ ഏൽപ്പിക്കുക. അല്ലാഹു രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല. ഓഹോ, ഇപ്പൊ ഉത്തരം സിമ്പിൾ. നീ ചെയ്യുന്ന തൊഴിലോ നിന്റെ വരുമാനമോ നീ പരിഗണിക്കേണ്ട. നീ ആരെ പരിഗണിച്ചാൽ മതി? അല്ലാഹ്. പകുതി തൊഴിലും പകുതി പഠിച്ചവനായാൽ അത് നിന്റെ ഹൃദയത്തിൽ കൊള്ളൂല. ഹൃദയത്തിൽ ഒന്നേ കൊള്ളൂ. ഹൃദയത്തിൽ ആര് മതി? അല്ലാഹു. മറ്റേത് നിന്റെ ആക്റ്റാണ്. ഒരു സിനിമാ നടൻ, എക്സാമ്പിൾ, ഒരു സിനിമാ നടൻ. ആ സിനിമാ നടനെ സംബന്ധിച്ചിടത്തോളം ആ സിനിമാ നടൻ ഓടും, ചാടും, അടിക്കും, കരയും, പാടും, ഇതൊക്കെ ചെയ്യും. അയാൾ കൽബിൽ എന്താ ഉള്ളത്? എന്താണ് അയാളെ കൽബിൽ? അയാൾ കരാർ ചെയ്ത 10 കോടി രൂപയാണ്. മറ്റതൊക്കെ ആക്റ്റാണ്. അങ്ങനെ തന്നെ ബാക്കിയൊക്കെ. മനസ്സിലായില്ല? അയാൾ സിനിമാ കമ്പനിയുമായി അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായി അയാൾ 10 CR എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഫിലിം ഞാൻ പൂർത്തിയാക്കി തന്നാൽ എനിക്ക് 10 crore തരണം. മമ്മൂട്ടി, മോഹൻലാൽ, ആ കഥ ആരെങ്കിലും പറഞ്ഞാളി. അവരൊരു ഫിലിമിന് ഒപ്പിട്ടു. എത്രയാ? 10 കോടി രൂപ. അപ്പൊ ഈ ആക്ട് അവർ പരമാവധി ഭംഗിയാക്കും. എന്തിന്? ആക്ടറെ മനസ്സില്ല, ആക്ട് ഭംഗിയാക്കും. എന്തുകൊണ്ട്? 10 കോടി. കൽബിൽ ആക്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? അയാൾ ആക്ട് ചെയ്യുന്നത് കണ്ടിട്ട് നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവനും ഈ സിനിമ കണ്ട് കരയും. അയാൾ ചിരിക്കും. അയാളെ മനസ്സിലായില്ല? സിനിമാ നടനായി ഇയാളുടെ മകൻ മരിക്കുന്നതായി സിനിമയിലുണ്ടോ? അപ്പൊ അയാൾ ഭംഗിയോയി അത് ആക്ട് ചെയ്യും. കാരണം എവിടെയെങ്കിലും ഭംഗി കുറഞ്ഞാൽ 10 കോടി അവർ തരൂല. ചിലപ്പോ എവിടെയും പുറത്താക്കും. ചിലപ്പോ എന്ത് പറയും? ഇല്ല, നിങ്ങൾ ഇതില് നിങ്ങൾ ആക്ട് മോശമായി, നിങ്ങൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കമ്പനിക്ക് പൊട്ടൽ സംഭവിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റൂല. അപ്പൊ പരമാവധി ഭംഗിയാക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കും. അപ്പൊ അയാള് മകൻ മരിക്കുന്ന രംഗത്ത് അയാള് റിയാലിറ്റിയെ കാണിക്കും. ഇത് കണ്ട് നാട്ടിലാണ് പെണ്ണ് കരയും. ഇയാൾ പുറത്ത് വന്ന് ചിരിക്കും. കാരണം എന്റെ കുട്ടികളെ ചോറുറച്ചു. ഇയാളെ കൽബിൽ എന്താണ്? 10 കോടി. എന്ത് പണിയെടുക്കുമ്പോഴും നിന്റെ മനസ്സിൽ ആര് മതി? അല്ലാഹു. ബസ് അബുദാകാൻ ഒരുപാട് പണി, ഒരു പണിനെ അതിനെ ഞാൻ അങ്ങോട്ട് ക്ലിയറാക്കി തരാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആള് പിന്നെ പേടിക്കണ്ട. ആയിരക്കണക്കിന് ആളുകളെ നടുവിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു മനുഷ്യന്റെ രോമത്വമൊന്നും പറ്റില്ലല്ലോ. അതല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? നാട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് പിന്നെ ആ മനുഷ്യൻ 10 കൊല്ലം വേണ്ടി വന്നില്ല. 8ാമത്തെ കൊല്ലം തിരിച്ചു വന്നു. 8ാമത്തെ കൊല്ലം കഅബാലയത്തിന്റെ താക്കോൽ ആ മനുഷ്യന്റെ കയ്യിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വലിയ അത്ഭുതം.
മുഹമ്മദ് നബിയെ പോലത്തെ ഒരു അത്ഭുതം എൻ്റെ ആയുസ് കണ്ടിട്ടില്ല. സത്യം, ഞാൻ അതൊരു ഒരു മുസ്ലിം എന്ന നിലയിൽ പറയല്ല, ഞാൻ ഇങ്ങനത്തെ ഒരാളെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എത്രയാണ് മുഹമ്മദ് നബിയെ പ്രശംസിച്ചുകൊണ്ട് ലോകത്ത് ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ ലക്ഷക്കണക്കാണ് അമുസ്ലിങ്ങൾ എഴുതിയത്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ. എന്തുകൊണ്ട് അങ്ങനെ കാണില്ല? ഒരാളെ നിങ്ങളിപ്പോ ഈ ക്ലാസ്സിൽ ഇരുന്നവരൊക്കെ നിങ്ങളിൻ്റെ സ്വന്തം ആളുകളാണ്. എനിക്ക് പറയാൻ പറ്റുമോ ഈ ക്ലാസ് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട ഒരാൾ അൻവറാണ്, അഷ്റഫ് ഉസ്താദ, നവാസ, ജംഷീദ പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇവർ നാളെ ഇതിനെതിരാകാം. എന്നാൽ 63 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് അസ്ഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്, ഒന്നും മാറൂല. ഇനി ഈ മനുഷ്യൻ മരിച്ചു പോവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇവരുൾപ്പെടെ പതിറ്റാണ്ടുകൾ ജീവിക്കാണ്. എന്നിട്ട് ഈ മനുഷ്യൻ സർട്ടിഫൈ ചെയ്യാൻ നേരത്തെ എന്ത്? ഇവർ നക്ഷത്രമാണ്, ഇവരിൽ ആരെ തുടർന്നാലും നിങ്ങൾ പിഴക്കൂല. മനസ്സിലായില്ലേ? അതെങ്ങനെ ഒരാൾക്ക് കഴിയാം? അത് 1 ലക്ഷം ആളുകൾ. ഒരാൾ നേരെയാക്കാൻ കഴിയില്ല, ഒരാളെ നേരെയാക്കാൻ കഴിയൂല. നിങ്ങൾക്ക് എന്തിനും കഴിയും. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ അധികാരിയാകാൻ നിങ്ങൾക്ക് കഴിയൂല. എന്നെ കഴിഞ്ഞു ഒരാൾ, അതാണ് മുഹമ്മദ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അപ്പൊ ഇതിലേക്ക് തിരിച്ചു വതവക്കൽ അലല്ലാഹ് വകഫാ ബിറബ്ബിക വകീലാ. മാ ജഅല അല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫി. ഏതൊരാളുടെ ശരീരത്തിലും 2 ഹൃദയമില്ല, ഒന്നേ ഉള്ളൂ. അപ്പോൾ നിനക്ക് അള്ളാഹുവിന്റെ ദാസനാകാം, ആകാതിരിക്കുമ്പോഴും നിസ്കരിക്കാം. ആകുമ്പോൾ നിനക്ക് തക്ലീഫും പോകാം, നിസ്കരിക്കാതിരിക്കാം. നീ അള്ളാന്റെ അടിമയാണ്, പക്ഷെ ഇപ്പൊ നിനക്ക് തക്ലീഫില്ല. ഉദാഹരണം സിഎം മടവൂരല്ല നിസ്കരിച്ച മക്കത്താണ്. ഇതൊക്കെ നിങ്ങൾ പള്ളി പോയി പറഞ്ഞു. മടവൂരിന് മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്ക്. ഇവിടെയുള്ള ആള് മക്കത്തല്ലേ നിസ്കരിക്കണം, ഇവിടെ തന്നെയല്ലേ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? തക്ലീഫ് നീങ്ങിപ്പോയി. എന്തുകൊണ്ട്? ഒരു മനുഷ്യന് അള്ളാഹുവിൽ ലയിച്ചു പോയാൽ പിന്നെ ലോകത്ത് എന്താ നടക്കുന്ന ആ മനുഷ്യന്റെ ഉള്ളിൽ അറിയില്ല. ആക്ട് നടക്കും, ഒന്നും നടക്കൂല. തിന്നും കുടിക്കും, അതേസമയം നിസ്കരിക്കൂല. എന്തുകൊണ്ട്? തിന്നാൻ ആത്മാർത്ഥത വേണ്ട, നിസ്കരിക്കാൻ ആത്മാർത്ഥത വേണം. അതിന് ആത്മാവിടെ കിട്ടൂല അള്ളാഹിന്റെ നിന്ന്, പിന്നെ എങ്ങനെ നിസ്കരിക്കുക? അല്ല എടാ, ഹറമിന്റെ പുറത്തിറങ്ങിയാലല്ലേ ഇഹ്റാം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫുൾ ടൈം ഹറമിലാണെങ്കിലോ ഇഹ്റാം തുണി കൊണ്ട് പാഞ്ഞു നടക്കണ്ടേ? ഒരുത്തൻ പാഞ്ഞു നോക്കുമ്പോൾ ലോകത്താകെ കഅബയുടെ വെളിച്ചുള്ള സ്ഥലം മുഴുവനും എന്താണ്? ഹറമ. ഒരാൾ ഇഹ്റാമിന്റെ 2 തുണിയും കൊണ്ട് പാഞ്ഞു, നാടാകെ പാഞ്ഞപ്പോൾ അവിടെയൊക്കെ കഅബയുടെ വെളിച്ച. എങ്ങനെ ഉംറ ചെയ്യാ? നിങ്ങൾ എന്റെ കൂടെ ഇല്ല. എവിടെ പാഞ്ഞാലും അവിടെ ഇല്ല കഅബയുടെ വെളിച്ചുണ്ട്. പിന്നെ എങ്ങനെ അയാൾ എങ്ങനെ ഹജ്ജ് ഉംറ ചെയ്യാ? ഇല്ല. പിന്നെ പണിയാക്കി നടക്കൂല. നിസ്കാരത്തിന് പുറത്തായാലല്ലേ ഉസല്ലി ഫർളുള്ളൂഹി എന്ന് പറയാൻ പറ്റുള്ളൂ. ദൂറ് തീരണില്ലെങ്കിലോ, സലാം ഇതുവരെ വീട്ടിയില്ലെങ്കിലോ? ഒരു മനുഷ്യൻ സലാം വീട്ടിട്ടില്ല, പിന്നെ എങ്ങനെ അയാള് പിന്നെ അടുത്ത നിസ്കാരം തുടങ്ങാ? കഴിഞ്ഞ നിസ്കാരം സലാം വീട്ടില്ല. എന്താണ് ഈ നിസ്കാരം? അൽ മുനാജാത്തു ലിറബ്ബിക, നിന്റെ റബ്ബിനോടുള്ള അഭിമുഖത്വം. അതിലാണ് ഈ മനുഷ്യൻ. ആ മനുഷ്യൻ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വേണം മനസ്സിലാക്കേണ്ടത് സിഎമ്മിനെ. അപ്പൊ ആ മനുഷ്യൻ നമ്മൾ വിചാരിച്ച തക്ലീഫ് ഉണ്ടാവില്ല. തിന്നാം, കുടിക്കാം, അതിന്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായി? ഒരു മനുഷ്യൻ തിന്നാം, കുടിക്കാം, നിസ്കരിക്കാൻ കഴിയില്ല. നമുക്ക് നിസ്കരിക്കാൻ കഴിയും, പക്ഷെ അതേ സമയത്ത് നമ്മളെ മനസ്സിൽ എപ്പോഴും തീറ്റയാണ്. നമുക്ക് തീറ്റ എല്ലാവരും മനസ്സിലില്ല, അവർക്ക് നിസ്കാരം എല്ലാവരും മനസ്സിലില്ല, അള്ളാഹ് എല്ലാവരും ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ 2 അവസ്ഥ പറഞ്ഞു. ഒന്ന്, നീ നിസ്കരിക്കും,
പക്ഷേ അടിമയല്ല. രണ്ട് അടിമയാണ്. നിസ്കരിക്കാൻ വേറെ വിഷയം, ചിലപ്പോൾ നിസ്കരിക്കാതിരിക്കാം, ചിലപ്പോൾ അല്ല അടിമ നിസ്കരിക്കൂല എന്നല്ല, അടിമയായി നിസ്കരിക്കാം, ഒരു വേള നിസ്കരിക്കാതിരിക്കാം. എന്തുകൊണ്ട് തെക്കിലേക്ക് പോയി നമ്മൾ നിസ്കരിക്കും, ചാരല്ല, അടിമയല്ല. ഞാൻ അടിമയാകണമെങ്കിലോ അതിന് തഫ്സീർ വായിച്ചാൽ, ഞാൻ തഫ്സീർ വായിച്ചാൽ വിഷയം അവസാനിച്ചു. ഇതിന്റെ തഫ്സീർ വായിച്ചെന്നാൽ ഇന്നത്തെ വിഷയം അവസാനിച്ചു. എന്താ പറഞ്ഞത്? ഒരാളെ ഉള്ളിലും രണ്ട് ഹൃദയം ഇല്ല. എന്താണ് ഈ പറഞ്ഞത്? المتجه إلى الله عز وجل قصدا من غير التفات. المتجه إلى الله, അള്ളാഹുവിനെ ഉദ്ദേശിച്ചവൻ എന്നാൽ അള്ളാഹുവിന്റെ ആള്, ഹൃദയം അള്ളാഹുവിനെലേക്ക് കൊടുത്തവൻ എന്നാൽ അള്ളാഹുവിലേക്ക് മുന്നിട്ടവനാണ്. മിൻ ഗൈരി ഇൽത്തിഫാത്തിൻ, അവൻ ഒന്നിലേക്കും തിരിഞ്ഞു നോക്കൂല. അവന്റെ ഉള്ളിൽ ആരേ ഉള്ളൂ? അള്ളാഹു. അള്ളാഹു അല്ലാത്തതിലേക്ക് ഒരാൾ ഹൃദയം കൊണ്ട് നോക്കുന്നുണ്ടെങ്കിൽ അയാൾ റബ്ബിലേക്ക് ഉദ്ദേശിക്കുന്നുമില്ല. റബ്ബിലേക്ക് ഉദ്ദേശിക്കുന്നവൻ റബ്ബല്ലാത്തതിലേക്ക് നോക്കൂല, റബ്ബല്ലാത്തതിലേക്ക് നോക്കുന്നവൻ റബ്ബിനെ ഉദ്ദേശിക്കൂല. ഇതാണ് പറഞ്ഞതിനർത്ഥം. ഒരാളുടെ ഉള്ളിൽ എന്തില്ല? രണ്ട് ഹൃദയമില്ല. ഇത് മനുഷ്യനിങ്ങനെ തുടങ്ങും. തുടങ്ങുന്ന ഒരു പോയിന്റ് പറഞ്ഞില്ല, തുടങ്ങുന്ന ഒരു പോയിന്റ് അവിടെ അടിക്ക് വരുന്നു. ഒന്ന്, നഷ്ടം വന്നാൽ വേദനിക്കാതിരിക്കുക. അത് എന്റെ താഴത്തെ പടിയാ. നഷ്ടം വന്നു, ലാഭത്തിൽ സന്തോഷിക്കാതിരിക്കുക, നഷ്ടത്തിൽ വേദനിക്കാതിരിക്കുക. ഇത് ആ സമയം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാസന അടിക്കും. ആരുടെ? അള്ളാഹുവിന്റെ. ജോലിയാണ് നഷ്ടപ്പെട്ടു. പിന്നെ റൂമിൽ അടച്ച് വാതിലും അടച്ച് പെണ്ണുങ്ങളെയും ഒന്ന് എന്തിയ മനുഷ്യൻ നിങ്ങൾക്ക് പറ്റി ഉണ്ടാമ്പയ്യ. മാനേജർ പറഞ്ഞു നിശികാരൻ്റെ അത് പറഞ്ഞു കിട്ടണമെങ്കിൽ 3 ദിവസം കഴിയണം. എന്തേ മനുഷ്യൻ നിങ്ങൾക്ക് വരെ പറ്റി, നിങ്ങളെ വല്ല ചെയ്താൻ കുറിച്ച് മിണ്ടില്ല. എന്തെങ്കിലും ഒന്നും വന്ന് പറയാം. അപ്പൊ ഓളാങ്ങളൊക്കെ വിളിച്ച് അളിയാക്കണ്ട് ഇവിടെ വന്നാണ്ട് മുണ്ടാതിരിക്കുക. എന്താ പറ്റി എനിക്കറിയില്ല. രാവിലെ ഓഫീസിൽ പോയതാ, അപ്പൊ മുണ്ടാതെന്നിരിക്കുക. ഇതൊന്ന് വന്ന് ചോദിച്ചു. ഞാൻ എന്തോരണം കൊണ്ടില്ല. ഓള് വന്ന് ഓളാങ്ങളെ വന്ന് പിന്നെ അമ്മോശാക്കന്നെ വന്ന് ഓമുട്ടില്ല. ഓനാ അപ്സെറ്റായി പോയി. ഓന് നിസ്കാരത്തിന് കുറവില്ല, നോമ്പിന് കുറവില്ല, സക്കാത്തിന് കുറവില്ല. തഹജ്ജുദ് ഇക്കാലം വരെ ഓളെ കെട്ടിയിട്ട് ഓനെ ഒഴിവാക്കിയിട്ടില്ല. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇൽത്തിഫാത്ത് എന്തിനാ? മനസ്സിലാരാ? ജോലിയാ. ജോലിന്റെ സുഖം കൊണ്ടാണ് ഈ നിസ്കാരം കണക്കുന്നത്. പിന്നെ ഓനെ വിളിച്ചിട്ട് നിസ്കരിക്കാൻ വരെ എണീറ്റില്ല. 100-ന് ബാങ്ക് കൊടുക്കാൻ, അസറിന് ബാങ്ക് കൊടുക്കാനേ നിങ്ങൾ 100 നിസ്കരിക്കും മനുഷ്യ. ഓനർത്ഥം എന്റെ ഇങ്ങനെയൊക്കെയുള്ള ജോലി പഠിച്ചോ കളിയാണെങ്കിൽ അപ്പടിച്ചോണം. ഇവിടെ ആർക്കാ വേണ്ട? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അവൻ പള്ളിക്ക് 10,000 കൊടുക്കും, മോലിയർക്ക് നാട്ടിൽ പോയി വരാൻ കാർ കൊടുക്കും, മോലിയരെ കീശ കീറാൻ മാത്രം പൈസ ഇട്ട് കൊടുക്കും. പക്ഷെ അവൻ അള്ളാന്റെ ആളല്ല. മോലിയോട് പറയും ചെയ്യും, ജോലിയും കാര്യമൊക്കെ നിലക്കാൻ ദ്വാരക്കണേ. ജോലിയാണ് പോയി, പിന്നെ അവനെ കാണില്ല. പിന്നെ 100 പോയി, പിന്നെ അൻസർ പോയി, പിന്നെ നിസ്കാരം തന്നെ അല്ലാതെ. പിന്നെ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോഴത്തിന് പിന്നെ 2-3 ദിവസം കഴിഞ്ഞു. അപ്പോഴത്തിന് വേറെ കമ്പനിയിൽ വിളി വന്നു. അപ്പോൾ ഓള് പറഞ്ഞു അൽഹംദുലില്ലാഹ് നിങ്ങൾ ആ 3 നിസ്കാരത്തിന്റെ കള കിട്ടിക്കളി. ആയിക്കോട്ടെ പറഞ്ഞോളെ, ഞാൻ ആകെ അപ്സെറ്റ് ആയി. ഒന്നമ്മാന്റെ എന്തോ ദ്വാ ബർക്കത്തോണ്ടാണോ എന്ത് രണ്ടാമത് ഓൻ ജോലി കിട്ടി. ഓൻ ജോലി കിട്ടിയില്ലെങ്കിലോ എവിടുന്ന് നിങ്ങൾ വരുന്നത്? നിങ്ങൾ ഇങ്ങനെ ബൊമ്മ ഇരിക്കുമ്പോൾ ഇരിക്കേണ്ട ആവശ്യം പറയും. ഞങ്ങന്മാര്
പറയാം, ഓന് രണ്ടാമത്തെ ജോലി കിട്ടിയില്ലെങ്കിൽ അവൻ നിസ്കരിക്കൂല. ഓന്റെ കൽബിൽ എന്താ ഉള്ളത് പറയാം. ഓന് ഇത്ര താടിയുണ്ട്, ചൂലിന്റെ ഈർക്കലി പോയാൽ വരെ മുമ്പ് താടി ഒന്ന് മുറ്റത്ത് കൂടി കൊണ്ടുവന്നാൽ അടിക്കാട്ടൊക്കെ അതിന് മാത്രം അവന് താടിയുണ്ട്. താടിയൽവടാ എന്തില്ല അല്ലല്ല, താടി ഇത്ര വരെ ഉണ്ട്, ചൂലിന് പകരം ഉപയോഗിക്കാം. താടിനെ മൂപ്പര് കുറ്റം പറഞ്ഞു അങ്ങായി എൻ്റെ അവിടെ നിന്നാണോ എന്താ ചെലവ് ഓടാ പണി നോക്കിയിട്ട്. താടി മുടിയൊന്നല്ലേ അങ്ങായി റബ്ബ് പറയാ. റബ്ബിൽ നിന്ന് താടിയാണ് നോക്കണം, മറ്റേ താടി ഉണ്ടാവില്ല, റബ്ബ് ഉണ്ടാവില്ല. നമ്മളെ കാക്കട്ടെ. മനസ്സിലായ? അവിടെ ചിന്തിക്ക്, വളരെ ചിന്തിക്ക്. ഇപ്പൊ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു നിഅമത്ത്, ആ നിഅമത്ത് എന്നാൽ പോണോട് ജഡ് കുടുങ്ങി, ജഡ് അപ്സെറ്റായി. പിന്നെ തിന്നൂല്ല, കുളിക്കൂല, മുടുക്കൂല്ല, തിന്നൂല്ല, ഒന്നുമില്ല. പിന്നെ എന്ത് ചെയ്തു എന്നറിയാം. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് അളിയൻ്റെ വിളി വന്നു. അളിയാജ് വേഗം കൊണ്ട് പോര്, എനിക്ക് 3-4 സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയാതെ കുടുങ്ങിക്കാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് നിനക്ക് തരാം, ഏതെങ്കിലും കാലത്ത് ഉണ്ടെങ്കിൽ കടം കൂട്ടിയാൽ മതി. ഇതാ ഞാൻ 1.5 ലക്ഷം റിയാലിന് നിനക്ക് ഞാൻ തന്നു, ഇനി തന്നിട്ടില്ല മണ്ണിലും പോര്യങ്ങായി എന്ന് പറഞ്ഞപ്പോ അപ്പൊ അവന്റെ പഠിച്ചവൻ ആരാ? പൈസ. നിസ്കാരമുണ്ട്, നോൻമുണ്ട്, സക്കാത്തുണ്ട്, തഹജ്ജുദുണ്ട്, എല്ലാം ഉണ്ട്. ആരില്ല? അള്ളല്ല. നമ്മളെ കാക്കട്ടെ. അതന്നെ ആമിമല്ല പറഞ്ഞ പോലെ ഒന്നോർക്ക് തന്നെ പറഞ്ഞാ നമ്മളെ കാക്കട്ടെ. തലക്കെ കൊടുക്കും. എടാ ആൻ്റെ താടിയും തോപ്പറയൊന്നും കണ്ടിട്ട് റാമത്തുള്ള വഞ്ചിതനാവൂല. ഞാൻ ഒരുപാട് താടിയും തോപ്പറയും കണ്ടതാ, അതിനൊന്നും ഞാൻ വഞ്ചിതനാവൂല. ഒരു തൻ്റെ താടിയോ ഒരു തൻ്റെ തലയെ കണ്ട് അതിനൊന്നും ഞാൻ വഞ്ചിതനാവൂല. ഇൻഷാ അല്ലാഹ് ആവുന്നില്ല. പടച്ച തമ്പുരാൻ കൽബിലുണ്ടെങ്കിൽ ഓനൊരു പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇനി ഈ ആയത്തിന്റെ നീട്ടി അവർ പറയും. ഒരാളെ ഉള്ളിൽ 2 ഹൃദയമില്ല എന്ന് പറഞ്ഞാൽ ഖൽബുൻ യഖ്ബലു ബിഹി അലാ റബ്ബിഹി വഖൽബുൻ യുദബ്ബിറു ബിഹി ഉമൂറദ് ദുനിയ. ഒരു കൽബ് അല്ലാഹുവിലേക്കാണ്, ഒരു കൽബ് ദുനിയാവിലേക്കാണ്. അങ്ങനെ ഉണ്ടാവില്ല. മനസ്സിലായില്ല? ഒന്ന് ദുനിയാവ് നിയന്ത്രിക്കുന്ന കൽബ്, 2 അള്ളാഹുവിലേക്ക് മുന്നിട്ട കൽബ് ഉണ്ടാവില്ല. ഒറ്റ കൽബേ ഉണ്ടാവുള്ളൂ. ഒന്നിരിക്കൽ അള്ളാഹുവിലേക്ക് മുന്നിട്ട കൽബ്. അവർക്ക് ദുനിയാവ് നടക്കൂലേ? നടക്കും. അതാര് നടത്തി കൊടുക്കും? അള്ളാഹു. അവിടെ എന്താ കരാറിലാണ് അള്ളാഹുമായി. മറ്റേ ആക്റ്റാ. മനസ്സിലായില്ലേ? സൂപ്പർ മാർക്കറ്റിൽ ഉണ്ട്, പക്ഷെ അത് ആക്റ്റാണ്. നമുക്ക് നിസ്കാരം ആക്റ്റാണ്. നമുക്ക് നിസ്കാരം ആക്റ്റാണ്. അതേ സമയത്ത് സൂപ്പർ മാർക്കറ്റോ അത് ആക്റ്റല്ല. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. നമുക്ക് നമ്മളെ ഏർപ്പാട് ആക്റ്റല്ല. സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ യഥാർത്ഥ കച്ചവടക്കാരനാണെങ്കിൽ ആത്മാർത്ഥതല്ലാത്തൊരു പണി എടുക്കൂല. മേശൊന്ന് തുടച്ച് വൃത്തിയാക്കി പൊടി തട്ടിരുത്തി പണിക്കാരി 8 മണിക്ക് വരുള്ളൂ, 6 മണിക്ക് വീട് തുറന്നു. എല്ലാം ചെയ്യുന്ന തട്ടി, അവിടെ തട്ടി, ഇവിടെ തട്ടി, മറ്റേ വേസ്റ്റ് കൊണ്ട് സ്ഥാനത്തേക്ക് എടുത്തു വെച്ചു. അപ്പൊ എത്ര കസ്റ്റമർ വന്നു, സാധനം കൊടുത്തു, പിന്നെ പണിക്ക് പോയി. എന്റെ മനസ്സിൽ എന്തേ ഉള്ളൂ. മനസ്സിലായ? അതന്നെ എന്റെ മനസ്സിൽ. അതേ സമയത്ത് 1000 സ്വലാത്തിലുണ്ട്. അപ്പോ ആ പണി കഴിഞ്ഞപ്പോൾ 1000 സ്വലാത്തിന്റെ ശ്രദ്ധയിലില്ല, കച്ചവടത്തിന്റെ ശ്രദ്ധയിലുണ്ട്. എനിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കാണ്, അപ്പോഴും എന്റെ മനസ്സിൽ സൂപ്പർ മാർക്കറ്റാണ്. അപ്പൊ ഞാനാണ് സൂപ്പർ മാർക്കറ്റുകാരനാണ്. മറ്റോന്റെ സൂപ്പർ മാർക്കറ്റ് നടക്കുന്നുണ്ടാവും, പക്ഷെ അവന്റെ കൽബിൽ സൂപ്പർ മാർക്കറ്റിൽ ആരാണ്? അല്ലാഹുവാണ്. കൽബ് പണിയല്ലേ?
നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളെ കൽബിൽ ആരാ? നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളെ കൽബിൽ ആര്? ആര്? കച്ചവടം, ഏർപ്പാട്, പെണ്ണുങ്ങള്, കുട്ടികള്, ജോലി. ആണോ അല്ലേ? കച്ചവടം ചെയ്യുമ്പോഴോ അപ്പോഴും അതന്നെ. പെണ്ണുങ്ങളൊപ്പം കിടക്കുമ്പോഴോ അപ്പോഴും തന്നെ. പെണ്ണുങ്ങളെ പ്രേമിച്ചോന് പീടിയിലും പെണ്ണ്, ഓളൊപ്പം കിടന്നാലും ഓള്, സൂപ്പർ മാർക്കറ്റ് പോയാലും ഓള്, നിസ്കരിക്കുമ്പോഴും കാരണം ഓളാളാണ്. അള്ളാന്റെ ആള് ഓളൊപ്പം കിടക്കുമ്പോഴും അല്ലേണ്. നിങ്ങളിന്റെ കൂടെ അല്ല, നമ്മളെ കൽബ് വല്ല ഒന്നേ കീറുള്ളൂ. ഇതിന്റെ അർത്ഥം അള്ളാനെ പ്രേമിക്കുന്ന അടിമകൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നല്ല, കുട്ടികളൊക്കെ ഉണ്ടാവും. ഓരോ കച്ചവടം ലാഭത്തിലാവില്ല, ലാഭിച്ചാവും, ഒക്കെ നടക്കും. പക്ഷെ കൽബിൽ ആരാണ്? ഇതൊക്കെ പോയാലോ പോയിക്കോട്ടെ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. നമ്മളെ ഭാര്യയുടെ ഭാഗത്തു നിന്നാണ് നമ്മളെ വരുമാനം വരണമെങ്കിൽ നമ്മൾ ഓളെ ബഹുമാനിച്ചുകൊണ്ടേ ദുന്യാവിന്റെ അടിമ. ഇടക്കിടക്കോളം നെട്ടിക്കും, പിന്നെ നിങ്ങളെ കളി നിർത്തി കളയും. അപ്പൊ ഇല്ലല്ലോ കുഞ്ഞാത്തോ, ഞാൻ അങ്ങനെ കട്ടൂല. നിങ്ങളെ മൊബൈലില് വേറെ പെണ്ണുങ്ങളെ ഞാൻ കാണണ്ടല്ലോ, എന്റെ കാര്യം ഞാൻ പിടിക്കാൻ ഇനി കാട്ടൂല. കാരണം എന്റെ പെണ്ണ് വരെ കിട്ടായി ഈ ജാതി വരുമാനമുള്ള കൊണ്ട് വരെ കിട്ടൂല. ഓന്റെ മനസ്സിലെന്താ വരുമാനം? രണ്ട് കൽബുണ്ടാവൂല, ഒരു കൽബേ ഉണ്ടാവുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടുള്ള പണി ഇനിയുണ്ട് പണി. ഞാൻ ആയത്തക്കെട്ടുകണക്കിന് ഓതിത്തരും ഈ വിഷയത്തിൽ. നമ്മൾക്ക് മനസ്സിലായിട്ടില്ല. നിസ്കരിക്കലൊന്നുമല്ല അള്ളാന്റെ പണി. നിസ്കരിക്കും മോമിനിയങ്ങൾ, മനസ്സിലായില്ലേ? നമ്മൾ നിസ്കരിക്കും, നമ്മൾ മോമിനല്ല നിസ്കരിക്കും, അവർ മോമിനാ നിസ്കരിക്കും. കച്ചവടം ചെയ്യും. ഇവരെ കച്ചവടം നിസ്കാരം വല്ല വ്യത്യാസം ഉണ്ടാവില്ല. ഇവർ കച്ചവടം ചെയ്യുമ്പോഴും ആരായിരിക്കും മനസ്സിൽ? അള്ളാഹു. പെണ്ണുങ്ങളൊക്കെ കിടക്കണം, ആരാണ് മനസ്സിൽ? അള്ളാഹു. നിസ്കരിക്കുമ്പോൾ ആരാ മനസ്സിൽ? അള്ളാഹു. ഭയങ്കരം. ഞങ്ങൾക്കൊരായത്തിന്റെ സമയത്തില് പറയാൻ പറ്റുന്ന നേരമുണ്ട്. 8 മണി 5-10 മിനിറ്റ് കൂട്ടം. ഞങ്ങൾക്കൊരു ഏരിയ വായിച്ചുതരാം. ഒരു ഏരിയ 100 സൂറത്തിലെ ആയത്ത് 100ന്റെ നേരെ താഴെയുള്ള ആയത്ത്. 100 സൂറത്തിൽ 35 ആയത്ത് 100. ഏതാണ് അതിന്റെ അടുത്ത ആയത്ത്? അല്ലാഹു നൂറു സമാവാതി വൽ അർദിന്റെ തൊട്ടടുത്ത ആയത്ത്. ഫീ ബുയൂതിൻ അല്ലാഹു അൻ തുർഫഅ വയുൽകറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദൂവി വൽ ആസ്വാൽ رجال لا تلهيهم تجارة ولا بيع عن ذكر الله. മുഅ്മിനീങ്ങളെ പറ്റി പറയാം. ഫീ ബുയൂത്തിൻ, ഒരു വീട്ടിലാണ് അവരുള്ളത്. അതിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു, ആ വീടിനെ ഉയർത്താൻ അള്ളാഹുവിന് സമ്മതമുണ്ട്. പള്ളി, അവർ പള്ളിയുമായി ബന്ധപ്പെട്ടവരാണ്. അതിനുള്ള പള്ളിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഇതുണ്ടാവില്ല കേട്ടാ. വേറെ എന്തെങ്കിലുമൊക്കെ മുമ്പൻ ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചതേ അല്ല പറഞ്ഞു. പ്രഭാത പ്രദോഷങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾ ലാ തുൽഹീഹിം തിജാറ, ലാ തുൽഹീഹിം തിജാറ, കച്ചവടം അവരെ നിർവൃതിയിലാക്കിയിട്ടില്ല. അപ്പൊ അവർക്ക് കച്ചവടമില്ല എന്നാണോ? കച്ചവടം കൊണ്ടൊരു മാനസിക സുഖം അവർക്കില്ല. കച്ചവടം അവരെ മനസ്സിനെ ജോലിയാക്കിയിട്ടില്ല. കച്ചവടം ഇല്ല എന്നാണോ? ഇവിടെ ആയത്തിന് അവർക്ക് കച്ചവടം ഇല്ല എന്നാണെങ്കിൽ പറയേണ്ടത് വലായത്തജിറൂന, അവർ കച്ചവടം ചെയ്യില്ലാണ്. ഇവിടെ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, കച്ചവടമോ കൊള്ളൽ വാങ്ങലോ അവരെ ജോലിയാക്കുകയില്ല. അതായത് കച്ചവടം ചെയ്യില്ലെന്നാണോ?
അല്ല, സ്വർഗത്തിലെ പേരെഴുതി വെച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ മദീന കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരൻ, സിദ്ദീഖ് കച്ചവടക്കാരൻ, ഉമർ ബിൻ ഖത്താബ് കച്ചവടക്കാരൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ കച്ചവടക്കാരൻ. മനസ്സിലായില്ലേ? അലി ബിൻ അബി ത്വാലിബ് കച്ചവടക്കാരൻ, കൃഷിക്കാരൻ, ജോലിക്കാരൻ. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പൈസ എത്ര കണക്കിൽ ഒഴുക പണം, അങ്ങനെ ഒഴുകിയ പണം പൈസ എവിടെ പോയാലും പൈസ കിട്ടും. കച്ചവടം ചെയ്ത് മുഴുവൻ കിട്ടും. ആർക്ക്? ഹസൻ. ഇവരൊക്കെ ആരാ? പാവ ചങ്ങാതി, ഇവരൊക്കെ ആരാ? കച്ചവടക്കാർ. പക്ഷേ ലാ തുൽഹീഹിം തിജാറ വലാ ബൈഉൻ, കച്ചവടമോ കൊള്ളൽ കൊടുക്കലോ അവര് ജോലിയാക്കൂല. അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട്. അതായത് കച്ചവടത്തിലും അവരുടെ ഉള്ളിലാരാ? അല്ലാഹ്.